നിങ്ങൾ നേരത്തെ എത്തിയല്ലോ. അതെ ഡോക്ടറെ, ഇനി എനിക്ക് പോവാലോ? ഓ, അതിനെന്താ മുത്തശ്ശ, മുത്തശ്ശന് ഇനി ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വീട്ടിൽ പോവാം. പിന്നെ എന്താന്ന് വെച്ചാ മുത്തശ്ശി ഇനി കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇങ്ങനെ ഓടി നടക്കാനുള്ള പ്രായമൊന്നും അല്ല ഇപ്പൊ. ആ കേമായി. പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ ആരാ ചെയ്യാ? അതിനല്ലേ മുത്തശ്ശ ഈ ഞാൻ. എങ്കി മുത്തച്ഛന്റെ കൊച്ചുമോനൊന്നിങ്ങ് വന്നേ. ആ എന്താ മുത്തശ്ശ? മുത്തശ്ശ വിട്ടേ, എനിക്ക് വേദനിക്കുന്നു. വേണമല്ലോ, വേദനിക്കണമല്ലോ. ഞാൻ ഇന്ന് നിന്റെ അടുത്ത് വൈകുന്നേരം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോവാൻ പറഞ്ഞോ? ആ പറഞ്ഞു. എന്നിട്ട് നീ അത് കേട്ടോ? അത് പിന്നെ അപ്പോഴല്ലേ മുത്തശ്ശന് പെട്ടെന്ന് വയ്യാണ്ടായേ. എന്ന് വെച്ച് നീ ഇവിടെ കാവലിരിക്കണോന്നുണ്ടോ? ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഇല്ലേ? അത് പിന്നെ മുത്തച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ മനസ്സമാധാനമായിട്ട് വണ്ടി ഓടിച്ചിട്ട് പോവാ? എനിക്ക് പോണ വഴിക്ക് വല്ലതും പറ്റിയാ മുത്തച്ഛൻ സമാധാനം പറയോ? ഇല്ലല്ലോ. മതി മതി, ഇനിയിപ്പൊ ഞാൻ നിന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയിപ്പൊ ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. നീ ഇപ്പൊ ആദ്യം ചെന്ന് ആ ബില്ലൊക്കെ ഒന്ന് അടക്കി. എടാ വിശ്വ, ആ എന്തായി? ഡോക്ടർ എന്താ പറഞ്ഞേ? അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കണ്ടില്ലേ, പയറ് പണി പോലെയല്ലേ തിരിച്ചു വന്നേ. മുത്തശ്ശ, അച്ഛൻ മാത്രല്ല ഞങ്ങള് 2-3 പേരും കൂടെ ഉണ്ട് കേട്ടോ. അഗിക്കുട്ട ഒന്ന് പോയേടാ. ഞാൻ നിന്നൊക്കെ തന്നെ അന്വേഷിച്ചു വരണേ. ആദ്യം വന്നത് വിശ്വാനായിപ്പോയി. എന്താ ഇപ്പൊ ചെയ്യാ? പ്രായമായില്ലേ, കുറച്ച് മറവിയൊക്കെ കാണും. അച്ഛൻ എന്താ നേരത്തെ പറയാഞ്ഞേ? ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ നേരെ അങ്ങോട്ട് വന്നേനല്ലോ. ഐഷ്, അതിന് മാത്രമൊന്നും ഇല്ലാന്നേ. നിങ്ങൾ അതൊക്കെ ഒന്ന് വിട്ടേ. എവിടെ എന്റെ കുട്ടി? മാളൂട്ടി എവിടെ? അവള് കുളിക്കുക അച്ഛാ, ഇപ്പൊ വരും. അച്ഛനിരിക്കും, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. ഡാ, നിന്നോട് ഇനി പ്രത്യേകം പറയണോ അങ്ങോട്ട് കയറാൻ? അമ്പോ ഇല്ല, ഞാൻ കേറി. ഡാ, നീ റിസൈൻ ചെയ്തല്ലേ? ആ ഏട്ടാ, ഏട്ടൻ എന്തായാലും എത്തിയില്ലേ, ഇനിയിപ്പോ ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതെ സാറന്മാരെ, ഈ ഡിസ്കഷനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? നമ്മളിവിടെ കുറച്ച് പേര് നോക്കി നിക്കണ്ട്. ആ ഒരു വിചാരം വേണേ. സോറി മിസ്റ്റർ വിശ്വൻ, ഞങ്ങൾ കുറച്ച് സീരിയസ് ആയി പോയി. യുനോ സംതിങ് ബിസിനസ്. യാ ഡാ, കാലേ വാരി ഞാൻ നിലത്തടിക്കണ്ടെങ്കിൽ മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോണം കേട്ടോ. ദാ ഇതാണ് പ്രശ്നം. ഞാൻ വല്ലതും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ആർക്കും ഇവിടെ ഒരു വിലയില്ല. ഒക്കെ കുട്ടിക്കളി. എന്നിട്ട് എല്ലാരും കൂടെ എന്റെ നെഞ്ചത്തോട്ടാ. ഇതാണ്, സമ്മതിക്കൂല, ആരും സമ്മതിക്കില്ല. ഞാൻ പോവാ. എടാ, നീ പിണങ്ങി പോവാണോ? അയ്യോ, പിണക്കൊന്നും ഇല്ലേ. അല്ലെങ്കിൽ നമ്മള് പിണങ്ങിയാ ഇവിടെ ആർക്കാ ചേതം? ദേ വേണ്ട, അവൻ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക്. നിങ്ങളൊക്കെ 2 ദിവസം കഴിഞ്ഞ് അങ്ങ് പോവും. എന്നാരാ മുത്തച്ഛ പറഞ്ഞേ? ഇനി നമ്മള് പോകുന്നില്ല. സത്യമാണോ വിശ്വ? ആ അച്ഛാ, ഞങ്ങള് തീരുമാനിച്ചിട്ടാ വന്നേ. ഇനി ഒരു തിരിച്ചുപോക്ക് വേണ്ട. ഈ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് എത്രയെന്ന് വെച്ചാ അന്യ നാട്ടിൽ പോയി കിടക്കണേ. അതിന്റെ ആഗ്രഹമൊക്കെ തീർന്നു. മാത്രമല്ല, മാളൂന്റെ പഠിത്തമായിരുന്നല്ലോ ഇത്രയും നാളും പ്രശ്നം. ഇപ്പൊ അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവനും അച്ഛനും കൂടെ ഇനിയിപ്പോ നാട്ടിൽ തന്നെ സെറ്റിൽ ആവെന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനും ഗീതയും മാത്രം അവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അതേതായാലും നന്നായി. സ്വന്തം നാടിന്റെ അത്രയൊന്നും എന്തായാലും വരില്ല അന്യനാട്. അത് ശരിയാ. മുത്തശ്ശ, മാളൂട്ടിയെ
ഇവിടെ വന്നേ വലിയ കുട്ടിയായി. എന്റെ മുത്തശ്ശ, അവക്ക് 1 വയസ്സേ കൂടിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷല്ലേ ഇവിടെ വന്ന് പോയേ. ഒന്ന് പോയേടാ, എനിക്ക് ഇവിടെ എന്നും ചെറിയ കുട്ടി തന്നെയാ. അച്ഛാ, ഏട്ടനെവിടെ? ദാണ്ടിരിക്കണോ, എനിക്ക് കാണുന്നില്ലേ? ഓ, നമ്മളെ ഒന്നും ഇനി കണ്ണ് പിടിക്കില്ല അച്ഛാ. അവള് ഉദ്ദേശിച്ചതേ അച്ഛനെ ആയിരിക്കും. നീ ചെല്ല്, ആ റൂമിൽ കാണും. അത്താണ് മുത്തശ്ശ, ഞാൻ ഇപ്പൊ വരാട്ടോ. എടി പതുക്കെ പോ, നീ വല്ലയിടത്തും ഉരുണെ പറഞ്ഞു വീഴും കേട്ടോ. അയ്യടാ, അങ്ങനൊന്നും ഉരുണ്ട് മറിഞ്ഞ് വീഴൂല്ല കേട്ടോ. മാളു, ഏയ് ഒന്നുമില്ല അച്ഛാ. അച്ചൂന്ന് കേട്ട അവക്ക് ഭ്രാന്ത. അതെന്താ, ഞാൻ അവളുടെ ഏട്ടനല്ലേ? അയ്യോ, നീ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗീതേ, ചായ ആയില്ലേടി? അകിക്കുട്ട, അവൻ മുങ്ങിയതാ, പുറകെ പോയി പൊക്കണം. അതെനിക്ക് മനസ്സിലായി മുത്തശ്ശ. എന്നെങ്കിലും എന്റെ കൈ കിട്ടും. ഏട്ടാ, അച്ചു ഏട്ടാ, ഇത് എവിടാ? മാളു, ഞാൻ കുളിക്കാടി. നീ താഴേക്ക് ചെല്ല്, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഷോ, എന്താ ഏട്ടാ ഇത്? ഇപ്പൊ കേറിയുള്ളോ? ആടി, ഞാനിപ്പോ കേറിയുള്ളൂ. കുറച്ച് കഴിയും ഇറങ്ങാൻ. നീ ചെല്ല്, ഞാൻ വന്നോളാം. ദേ, മര്യാദക്ക് വേഗം ഇറങ്ങിക്കോണം. എന്നെ തിരിച്ച് വരുത്തിക്കരുത്, കേട്ടല്ലോ? മാളു, നീ ചെല്ല്, ഞാൻ വരാം. ചെല്ല്. ശ്ശേ. മായുന്നു വെണ്ണിലാവും നിൻ പാട്ടും പൂഴിമണ്ണിൽ വീഴും നിൻ കാലടി പാടും തോഴി പെയ്യാതെ വിങ്ങി നിൽപ്പൂവിൻ മേഘം കാത്തു നിൽപ്പൂ ദൂരെ ശ്യാമയാം ഭൂമി വീണ്ടും ഓരോർമ്മയായി മാഞ്ഞു പോവതെങ്ങു നിൻ രൂപം. ഓരോർമ്മയായി മാഞ്ഞു പോവതെങ്ങു നിൻ രൂപം. അമ്മ, എന്താടി? അച്ഛനും കുളിക്കുക. പിന്നെ അവന് കുളിക്കണ്ടേ? നീ കുളിച്ചിറങ്ങിയില്ലേ? അതല്ല, ഞാൻ കുളിച്ച് ഇറങ്ങിയപ്പോഴത്തേനും അച്ഛൻ എന്താ കുളിക്കാൻ കയറിയ? അയ്യോ, നീയേ ഇതൊക്കെ വേഗം കൊണ്ടുവച്ചേ, നമുക്ക് കഴിക്കണ്ടേ? ഇങ്ങുണ്ടോ മോളെ, ഞാൻ കൊണ്ടുവയ്ക്കാം. ഹാ, അത് വേണ്ട. ഇന്ന് പിള്ളച്ചേട്ടന് റെസ്റ്റ്. റെസ്റ്റോ? എനിക്കൊന്നും ചെയ്തില്ലേതാ പ്രശ്നം. എങ്കിൽ പിന്നെ പ്രശ്നമൊന്നും കൂട്ടണ്ട. ദാ, എല്ലാം റെഡിയാ, കൊണ്ടുവച്ചാ മാത്രം മതി. ശരി മോളെ. അച്ചു, നീ ഇതെങ്ങോട്ടാ? വന്നേ വേഗം. അമ്മേതാ, 1 മിനിറ്റ്, ഇപ്പൊ വരാം. ഈ ചെക്കൻ്റെ ഒരു കാര്യം. പിള്ളച്ചേട്ടാ, അവൻ എന്നും ഇങ്ങനെയാണോ? അങ്ങനെ ഒന്നും ഇല്ല കുഞ്ഞെ, അവൻ വന്നോളും. എന്തെങ്കിലും അർജന്റ് കാണോ? ഓക്കെടാ, എങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ട് വിളിക്കാം. എന്തായാലും നീ അത് ഫിക്സ് ചെയ്യണ്ട, കേട്ടല്ലോ? ഓക്കെ എടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. എൻ്റെ പൊന്നു, ഓണായി നാഗവല്ലി ഓണായി. എന്താണ് ഇവിടെ ഇപ്പം ഉണ്ടായേ? ഗീതൂട്ടി വെളുത്തങ്ങ് സുന്ദരിയായല്ലോ. വെളുക്ക്? ഞാനോ? ഈ ഗീതുവിൻ്റെ ഒരു കാര്യം,
എന്റെ ഗീതു വെളുത്ത കാര്യമില്ല, ഗീതുവിന്റെ മുടി വെളുത്ത കാര്യ പറഞ്ഞു. ദേ മിസ്റ്റർ മമ്മൂട്ടിയുടെ കൂടെ പിടിച്ചു നിക്കണമെങ്കിലേ ഇനിയിപ്പോ ഡൈ ഒക്കെ തുടങ്ങേണ്ടി വരുന്ന തോന്നണേ. അതിനി മമ്മൂട്ടി കേക്കണ്ട. ഓ പിന്നെ ഒരു മമ്മൂട്ടി വന്നിരിക്കണു, എനിക്കൂടി തോന്നണ്ടേ. അതെ അമ്മ, ഉം? ഈ അസൂയക്കും കുശുമ്പിനൊന്നും മരുന്നില്ലാന്നേ. എടാ നിന്നെ ഞാൻ അച്ചു നീ നിക്കാണ്ട് ഇരിക്ക്, കഴിക്ക് വേഗം. ദാ ആ എന്റെ മാളൂട്ടി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലാന്നേ. അതെന്താ ഏട്ടൻ എന്നെ മാത്രം കാണാൻ പറ്റാത്തെ? ആ അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഏട്ടാ പറ. എടാ ഞാനെന്ത് പറയാൻ? മാളൂട്ടി ഒരു പപ്പടായാലോ? നല്ലതാ. അതിന്റെ കെട്ടു എനിക്ക് വേണ്ട. ഓ എങ്കി പിന്നെ ഇതായാലോ? ആ വേണ്ട, നീ തന്നെ കഴിച്ചോ, എനിക്ക് വേണ്ട. എങ്കി അവിടെ വെച്ചിരടാ, ഞാൻ എടുത്തോളാം. അയ്യടാ അത് വേണ്ട, എനിക്ക് തന്നെ വേണം ഏട്ടാ. എങ്കി സോറി പറ. അത് ശരി, ഞാനോ സോറി പറയണ്ടേ? ഇത്ര നേരം കാത്തിരുന്ന് ഞാനിപ്പോ ആരായി? പൊന്നോ ഒന്നും പറയണ്ട, നീ ഇത് വെക്ക്, ഞാൻ വേണമെങ്കിൽ നാളെയും കൊണ്ടുവന്നു തരാം, പോരെ? ഹാ അത് ഇവര് രണ്ടും. അച്ചുവേട്ടാ. ആ മാളു വാ. അച്ചുവേട്ടാ നീ ഒരു കാര്യം ചോദിക്കട്ടെ? അതിനെന്താടി ഇത്ര മുഖവരൊക്കെ? നീ ചോദിക്കേ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ പഴയ അച്ചുവേട്ടനെ കുറെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഴയ അച്ചുവേട്ടനോ? അപ്പൊ ഞാനാരാ? ആ രൂപം മാത്രമേ ഉള്ളൂ, ഇതെന്റെ അച്ചുവേട്ടനല്ല. നീ ഒന്ന് പോയേ, ചുമ്മാ. പഴയ അച്ചുവേട്ടനല്ല പോലും. അങ്ങനെ വെറുതെ ചിരിച്ച് തള്ളണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ എത്ര ഹാപ്പി ആയിട്ട് ഓടി വന്നാന്നറിയാം കാണാൻ. പക്ഷെ അച്ചുവേട്ടൻ എന്നെ കാണാൻ ഒരു ആഗ്രഹവും ഇല്ല, പഴയ സ്നേഹമൊന്നുമില്ല. മാളു, ഞാൻ എപ്പോൾ നാട്ടിൽ വരികയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തിരക്ക് പറഞ്ഞ് ഒഴിവൊഴി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ടൊരു പ്രോമിസും, നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഞാൻ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. എന്നിട്ടോ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രോമിസ്. ഏട്ടൻ ഇങ്ങനെ അല്ലായിരുന്നു. ദേ നോക്ക്, അതൊക്കെ നിന്റെ വെറും തോന്നല. ദേ നിന്റെ അച്ചുവേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അല്ലടി, ഞാൻ ഇവിടെ ഉണ്ട് എന്നാ ഉദ്ദേശിച്ചേ. അച്ചുവേട്ടൻ പറഞ്ഞത് സത്യ, മനസ്സിലുണ്ട് എവിടെയോ ഏതോ ഒരു കോണില് എന്റെ സ്ഥാനം പോലെ. അല്ല, അങ്ങനെ ഏതോ ഒരു കോണിലല്ല. ഇതെല്ലാം നിന്റെ തോന്നലാ മാളൂട്ടി. നീ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കണേ? നീ എന്നും എന്റെ കുട്ടിക്കുരുമ്പി മാളൂട്ടിയല്ലേ നീ? അത് പെട്ടെന്നൊരു ദിവസം അങ്ങനെ അങ്ങ് മാറുമോ? അതൊക്കെ വെറുതെ കള്ളം പറയാ. അല്ലടി, സത്യം. കാര്യമായിട്ടാണോ? അതേ, നീ സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ആ കുളക്കടവിലൊന്ന് പോയാലോ? അകിയണ്ണെ കൂട്ടാം. പോവാം. ശരിക്കും? ആടി പോവാം. അപ്പോ വേറെ ഒരു തിരക്കുമില്ല? ഇല്ല. ഓ ഐ ലവ് യു അച്ചുവേട്ടാ. ഇപ്പോഴും ശരിക്കും എൻ്റെ അച്ചുവേട്ടനായത്. ഞാൻ എന്ത് പറഞ്ഞാലും ഓക്കെ പറയുന്ന എൻ്റെ പഴയ അച്ചുവേട്ടൻ. അപ്പൊ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചെല്ലു. വേണ്ട മാളു, എനിക്ക് ആ പഴയ അച്ചു ആവണ്ട. ഞാൻ എത്ര ശ്രമിച്ചിട്ടാണെന്നറിയോ ഇപ്പോൾ ഉള്ള ഈ ഞാനായിട്ട് നിന്റെ മുന്നിൽ നിൽക്കണേ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഗുഡ് മോർണിംഗ് ഏട്ടാ. ആടാ. അച്ഛാ സുപ്രഭാതം. അതെന്താടാ, എനിക്ക് സുപ്രഭാതും അവന് ഗുഡ് മോർണിംഗും?
എന്താ അങ്ങനെ ഒരു വർത്താനം? അത് പിന്നെ അച്ഛാ, ഈ മുണ്ടും ബനിയനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ ഗുഡ് മോർണിംഗ് ഒക്കെ തരാൻ തോന്നുക? സുപ്രഭാതം മതി, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ കേട്ടോ. എടാ എടാ എടാ, നീ ഇപ്പൊ ഈ ഉടുത്തതിന്റെ പേര് പിന്നെ എന്താ? ഓ ഇത് 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 മുണ്ട്. ഓ, അപ്പോ മുണ്ട് ഉടുത്തോണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നതിന് പ്രശ്നമില്ല, ആ ഇല്ല, കൊടുക്കുന്നതിനാണ് പ്രശ്നം. അല്ല വാങ്ങിക്കുന്നതിനാണ് പ്രശ്നം. ഓ മോളെ ഗീതു, എന്താ വിശ്വേട്ടാ? ആ ചട്ടുകൻ ചൂടായത് റെഡി ആയെങ്കിൽ ഇങ്ങ് എടുത്തോ. കൊണ്ടുവരട്ടെങ്കി. അമ്മ ഒരമ്മയില്ല. ആഹാ, അതെനിക്കുള്ളതാണ്, എനിക്ക് തന്നുള്ളതാണ്, എനിക്ക് മാത്രമുള്ളതാണ്. അതെ, അത് നിനക്കുള്ളത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ആഹാ ദേട്ടാ, ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ നിന്നോടാ. വേഗം വളർന്നു വിളിക്കും, നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ഹലോ മിസ്റ്റർ അഖിൽ മേനോൻ, ഇപ്പൊ പറത്തിക്കളയാനുള്ള കിളികളല്ല അത്. തിരിച്ച് കൂട്ടിലിട്ടെ. എന്താന്ന്? ടൈമിംഗ് ഇല്ല, പോരാ. ഹേ ഗൈസ്, അപ്പൊ പോയാലോ? അതാണ് ടൈമിംഗ്. അപ്പോ പോട്ടെ മിസ്റ്റർ വിശ്വനാഥൻ. ഓ ആയിക്കോട്ടെ, അപ്പോ ഉച്ചയ്ക്കും പ്രതീക്ഷിക്കണ്ടല്ലോ അല്ലേ? ഹാ, അതെങ്ങനെ ശരിയാവും? ഞാൻ എണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ അടുത്ത്, അല്ലേ അമ്മ? ചെമ്മീൻ വരട്ടിയത്. ആ അതെ, അവന് ചെമ്മീൻ വരട്ടിയത് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിനെന്താ, അവനില്ലെങ്കിൽ എന്താ നമുക്ക് കഴിച്ചൂടെ? അല്ല, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഈ കമ്പനിയുടെ റൂൾസ് പ്രകാരം ഈ ഓർഡർ തന്ന ആള് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാ? അതെ അത് കറക്റ്റാ. അതെന്താ, നീ കൊടുത്തിട്ടുണ്ടോ ഓർഡർ? അത് പിന്നെ ചെറുതായിട്ട് ചക്കപ്പുഴുക്ക്. നല്ലതാ, ചക്കപ്പുഴുക്കും ചെമ്മീനും. നല്ല കോമ്പോയോ? അല്ലേ നല്ല കോമ്പോ അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ഉച്ചക്ക് ഒന്നിച്ചിരുന്ന് ഉണ്ണല്ലേ? റൂൾസ് ആണെങ്കിൽ ഉച്ചക്ക് ഒന്നിച്ചിരുന്ന് ഉണ്ണാം, കുഴപ്പമില്ല. എങ്കിൽ അങ്ങനെ ആവട്ടെ, ഞങ്ങൾ ഉച്ചക്ക് വരാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. അപ്പോ എല്ലാത്തിനും ഒരു തീരുമാനമായ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ ഇറങ്ങിയാലോ ഉണ്ണികളെ? ഓ ആയിക്കോട്ടെ അമ്പ്രാട്ടി മുന്നിലാണ് നടന്നോളാ. ഓ, ഞാൻ മുന്നിൽ നടന്നു എന്നാണ് വിചാരിക്കാം, എന്നിട്ട് മുന്നിലങ്ങോട്ട് നടന്നോളാ. ദേ അടുത്തത്. എന്റെ പൊന്നു കുട്ടികളെ, നിങ്ങളൊന്ന് പോയി വേഗം വന്നേ. നടന്നേടാ രണ്ടും, നേരം കുറയായി. ആഹാ, ഇതെങ്ങോട്ടാ മൂവർ സംഘം രാവിലെ തന്നെ? ഒരശരീരില്ലേ കേട്ടെ? ആഹാ, ചേട്ടൻ ഇതിന്റെ മുകളിൽ കയറി ഇരിക്കാണോ? വെറുതെ അല്ല വീട്ടില് കറണ്ട് ഇല്ലാത്ത. വേഗം ശരിയാക്കി. ഇതിപ്പോ ശരിയാക്കി തരാം. ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, അതിപ്പോ ശരിയാക്കും. ഈ കോലത്തിൽ ശരിയാക്കി കഴിഞ്ഞാ നാളെങ്കിലും കറണ്ട് വന്നാ മതിയായിരുന്നു. നിങ്ങളിത് എങ്ങോട്ടാ? അമ്പലത്തിലേക്കാ? അല്ലാണ്ട് ഈ വഴിക്ക് വേറെ പള്ളിയൊന്നും ഇല്ലല്ലോ, അമ്പലല്ലേ ഉള്ളൂ. നല്ലതാ. ഈ പ്രായം കുട്ടികൾക്ക് കുറച്ച് ഭക്തിയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാ. അപ്പൊ എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായും ചേട്ടാ, ഈ കോലത്തിലിരിക്കുന്ന ചേട്ടനെ ജീവനോടെ ബാക്കി ഉണ്ടാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടാ. മാളു, നിന്നെ ഞാനും വരുന്നുണ്ട്. വീണേച്ചി, വീഴാതെ വാ വേണി ചേച്ചി. എങ്ങോട്ടാ? അമ്പലത്തിലേക്കാ? ഞങ്ങള് അമ്പലക്കുളത്തിലേക്കാ. അമ്പലക്കുളത്തിലേക്കാ. അപ്പൊ അമ്പലത്തിൽ വരണില്ല? അമ്പലത്തില് ഇപ്പോ നട അടിച്ചു കാണില്ലേ? ഇല്ല, ഇന്നിപ്പോ ഗുരുവായൂർ ഏകാദശി ഇല്ലേ, അപ്പൊ കുറച്ച് വൈകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊഴുതിട്ട് ഇറങ്ങിയാലേട്ടാ. ഈ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റുമോ? നല്ല കഥ. അപ്പൊ അമ്പലക്കുളത്തിലേക്കാന്ന് പറയുമ്പോ ഒരു മുണ്ടൊക്കെ എടുത്ത് കൊടുക്കണ്ട എന്റെ മാഷേ? ഓ ക്ഷമിക്കണം, ടീച്ചർ നേരത്തെ പറഞ്ഞില്ലല്ലോ. ആരാണോ തന്റെ ടീച്ചർ? ഞാൻ നേഴ്സാ, അല്ലാണ്ട് ടീച്ചറല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാ, അല്ലാണ്ട് മാഷല്ല. ഓ മതി, നിങ്ങൾ കണ്ട ഇങ്ങനെയാണല്ലോ കീരിയും ബാബും. എന്റെ പൊന്നച്ചു, നീ നിന്റെ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്ക്. അതെ, ഞാൻ പോയി വക്കീലുമായിട്ട് വരാം. എന്നാരും പറഞ്ഞു നന്നാക്കാനൊന്നും നോക്കണ്ട.
ആദ്യം സ്വയം നന്നാവാൻ നോക്ക്. ഹോ, ഇങ്ങനൊരു മൊരടൻ തന്നെയൊക്കെ കിട്ടുന്ന കുട്ടിയുടെ ഒരു കഷ്ടകാലേ. ഹാ, അത് വേണ്ട, അതോർത്ത് താൻ പേടിക്കണ്ട. അവക്ക് നല്ല തൊലിക്കട്ടിയ. അപ്പൊ അവളൊക്കെ ആയോ? അതറിഞ്ഞിട്ട് ഇപ്പൊ തനിക്കെന്താ? എനിക്കറിഞ്ഞിട്ടിപ്പോ ഒന്നുമില്ല. വല്ല മതാമയായിരിക്കും. ആരായാലും തന്നെക്കാളും കൊള്ളാം. മാളു ഇതിവിടെ നിന്ന് നിൽക്കൂല. വേണമെങ്കിൽ തടിക്കേടാവണ്ടെങ്കിൽ വാ മുങ്ങാം. അതാണല്ലേ നല്ലത്. അതെ വാ. മാളു, ഇവിടെ ഇങ്ങനെ ഒരുത്തൻ എന്നെ തിന്നാനിട്ട് കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും പോവാണോ? നിക്ക്, ഞാനും ഉണ്ട് തൊഴാൻ. എന്റെ ഏട്ടൻ പാവല്ലേ വേണു ചേച്ചി. പിന്നെ പാവം. ഈരമേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കായി നിന്നെ കണ്ടു നിങ്ങൾ തൊഴുതു വന്നോ? അപ്പോ പോവാം. അത് പിന്നെ മാളോ, എനിക്ക് ചെന്നിട്ട് കുറച്ച് ധൃതിയുണ്ട്. നമുക്ക് പിന്നെ ഒരു ദിവസം ഒരുമിച്ച് പോവാം. ആണോ? എങ്കിൽ ശരി, കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. അപ്പൊ ശരി, എന്നാ പോട്ടെ അച്ചോ. നീ ചന്ദ്രമാവ അടുത്ത് ഞാൻ അന്വേഷിച്ചു എന്ന് പറ. ആടാ, ഞാൻ പറയാം. ഏട്ടാ വരണില്ലേ? എന്ത് നോക്കി നിൽക്കുക? എടാ, അത് എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം. ഞാനേ പെട്ടെന്ന് പോയിട്ട് വരാം. ഓക്കെ? അതെ, ഇനി തിരിച്ചു വരുമോ അതോ ആ വഴി അങ്ങ് പോവോ? ആടാ, ഞാൻ വരും. ഒരു 5 മിനിറ്റ്. ഓയ് മുല്ലപ്പൂ, നിന്നേ. എടാ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. അത് തന്നെ, തന്നെ കാണുമ്പോ ഞാൻ എപ്പോഴും വിചാരിക്കും വിളിക്കരുത് എന്ന്. പക്ഷെ എന്താ ചെയ്യാ, പറഞ്ഞിട്ട് കേക്കണ്ടേ? ആര്? ഞാൻ തന്നെ. എടോ, അത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ ഉണ്ടായതല്ലേ, അതും അറിയാത്ത പ്രായത്തില്. ചെറിയ കുട്ടിയോ? താനോ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അല്ലേ? ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുല്ലപ്പൂവും വെച്ച് ഒരു മരണ വീട്ടിൽ വന്ന് ഡാൻസ് കളിച്ചോളല്ലേ നീ? അതും എന്റെ മുത്തശ്ശി. എങ്ങനെ മറക്കും ഞാനത്? ഓ, ഇങ്ങനെ ഞാൻ. എടോ, താനൊക്കെ ഇങ്ങനെ മൂത്ത് നിറച്ച് നിന്ന് പോവത്തേ ഉള്ളൂ. നോക്കിക്കോ. ഞാൻ മൂത്ത് നിറച്ച് പോവാന്നുണ്ടെങ്കിൽ നീ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ ക്യൂ നിൽക്കുക നല്ല ചുള്ളം പയ്യന്മാര് എന്നെ കെട്ടാൻ. എങ്കി അവര് ക്യൂ നിന്ന് മടുത്തു തന്നെ. നോക്കാടോ, നോക്കാം. താനാണോ ഞാനാണോ ആദ്യം കെട്ടാൻ പോണേന്ന്? നമുക്ക് നോക്കാം. നോക്കാം. അച്ഛൻ ഓർമ്മയുണ്ടോ, നമ്മളെ കുട്ടികളായിരുന്നപ്പോൾ ആമ്പല് വേണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ ഒന്നും നോക്കാണ്ട് അടുത്ത് ചാടി ആമ്പല് പറിച്ചു തന്നില്ലേ? അതിനന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഒരുപാട് അടി കിട്ടി. അമ്മ അച്ചുവേട്ടനെ അടിച്ചുകൊണ്ട് അന്ന് ഞാൻ അത്താഴം കഴിച്ചില്ല. അങ്ങനെ കിടന്നുറങ്ങി. അമ്മ കുറേ നിർബന്ധിച്ചു, പക്ഷെ കേട്ടില്ല. വാശിയായിരുന്നു. എന്നിട്ട് രാത്രി അച്ചുവേട്ടൻ വന്നിട്ട് എനിക്ക് വാരി തന്നത് ഓർക്കുന്നുണ്ടോ? എന്താ മാളോ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണേ? ഞാനതിന് വല്ലതും മറന്നിട്ട് വേണ്ടേ? നമ്മളിങ്ങനെ ഒന്നിരുന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായിന്നറിയോ? അച്ചുവേട്ടന് ചിലപ്പോൾ അതൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷേ എനിക്കിത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാളു, അതിൻ്റെ തിരക്കൊണ്ടല്ലേടി, വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ലല്ലോ. നീ മറന്നേക്ക്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അതുപോലെ അതിന് തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ശ്രദ്ധിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മാളൂട്ടി. അത് അല്ലേ വേണ്ട, എന്തിനാ വെറുതെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ ഇനി എന്താ പരിപാടി? നമ്മളിനി എങ്ങോട്ടാ പോണേ? അങ്ങനെ ചോദിച്ചാൽ ഇനി എനിക്കൊന്ന് വായനശാല വരെ പോകണം. ഒരു ബുക്ക് എടുക്കണം. കുറേ നാളായിട്ട് വിചാരിക്കണ. ഇനി ഞാനും വരട്ടെ. അതിനെന്താ, നീയും പോരെ?
എണ്ണി തീർന്നോ? എത്ര അമ്പലമുണ്ട്? ഒരു 1,000 അമ്പലമുണ്ട്. ഓ, അഗിയേട്ടാ എനിക്കൊരു അമ്പലം പറിച്ചു തരോ? ആമ്പല് ഉം. ഞാൻ ആ. പറിച്ചു തരണം. ആന്നേ. ഇല്ല. അഗിയേട്ടാ നിന്നെ. അയ്യടാ, നീ പോയി കാന്താരി. ദേ ഹിറ്റ്ലറെ, മര്യാദയ്ക്ക് അവിടെ നിന്നോ, എന്റെ അടുത്ത് വാങ്ങിക്കരുത്. എടാ, ഞങ്ങൾ ആൽമരിച്ചോട്ടി കാണും. ആ മാളൂട്ടി ഇന്ന അമ്പൽപ്പൂ കിട്ടിയോ? അത് പിന്നെ നീ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കിട്ടാണ്ടിരിക്കോ? അല്ലടാ. വായനശാലി പോണ്ടേ? വായനശാലയൊക്കെ ആകെ മാറിയല്ലടാ. ആ ഒരു പുതുമയൊക്കെ ഉണ്ട്. കാരണം ഇപ്രാവശ്യം പുതിയ പിള്ളേരാ ഇൻചാർജ്. ഓ, ഏട്ടൻ ഈ ബുക്കൊക്കെ എത്ര ദിവസം കൊണ്ട് വായിച്ചു തീർക്കും? ഇതൊരു 2 ദിവസം. 2 ദിവസോ? എന്തേ ഇനി കുറയ്ക്കണോ? അച്ചുവേ, ഇത് എവിടെന്നാ? കയ്യില് ബുക്കൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ഇത് നിന്റെ ഏട്ടനും അനിയത്തിയല്ലേ? ഏട്ടനാ? അവര് നാട്ടിലില്ലായിരുന്നല്ലോ. ഇല്ല, അവരിന്നലെ എത്തിയുള്ളൂ. ശരി, അച്ഛനോട് അന്വേഷിച്ചു പറയും. പറയാം. ശരി. വേഗം നടന്നേ രണ്ടും. എനിക്ക് ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. എന്താ അച്ഛ വരാൻ പറഞ്ഞ? എന്താ? അത് നിങ്ങൾ എല്ലാരോടായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ വിശ്വ? അത് വേറൊന്നുമല്ല അച്ഛാ, നമ്മുടെ അഖിയുടെ കല്യാണക്കാരിയാ. എന്റെ? എന്താ, നിനക്ക് പ്രായമായില്ലെന്നുണ്ടോ? അല്ല, ഇത്ര പെട്ടെന്ന് അച്ഛാ? ഇത് പെട്ടെന്നല്ലല്ലോ, നിന്നോടിത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. ഇനിയിപ്പോ നീയായിട്ട് ഇവിടെ വന്ന് പറയാത്ത സ്ഥിതിക്ക് ഞങ്ങളായിട്ട് അങ്ങ് തീരുമാനിക്കാൻ പോവാ. അച്ഛാ, അത് നീ ഇനി ഒന്നും പറയണ്ടാക്കി. നാളെ നമുക്ക് ഒരിടം വരെ പോണം. അത് ഏതായാലും നന്നായി വിശ്വ. അപ്പോ ആ കൂട്ടത്തിൽ എന്തേ മാളൂട്ടിയുടെ കൂടെ നോക്കാഞ്ഞു? അച്ഛാ, അത് നോക്കണ്ട്. മാളു, നീ കേട്ടല്ലോ, അടുത്ത ആഴ്ച ഒരു കൂട്ടർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, എനിക്ക് ഇപ്പോ എന്താ മാളു ഇത്? നിന്റെ പഠിത്തം, ജോലി ഇതൊക്കെ ഇല്ലായിരുന്നോ നീ ആദ്യം പറഞ്ഞേ? ഇപ്പൊ പഠിത്തം കഴിഞ്ഞു, ഇനിയിപ്പോ ജോലിയല്ലേ, അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ടും ആവാലോ. മോളെ മാളു, നീ വിഷമിക്കണ്ടാടി. നിന്റെ ഇഷ്ടം നോക്കാണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ആദ്യം അവര് വരട്ടെ, എന്നിട്ട് ആലോചിക്കാൻ ബാക്കിയൊക്കെ. എടാ അച്ചു, നിനക്കെന്താ ഒരു വിഷമം? ഇനി നിനക്കും ഇവരുടെ കൂടെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? അയ്യോ മുത്തശ്ശ, ചതിക്കല്ലേ. നമ്മൾ ഇവിടെ പാവം, ജീവിച്ചു പൊക്കോട്ടെ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? കല്യാണം ഞാൻ കഴിക്കാം. പക്ഷെ ഞാൻ പറയുന്ന പെൺകുട്ടി മതി. അതിന് അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്. ആരാത്? അത് പറഞ്ഞാ നിങ്ങൾക്കൊക്കെ അറിയും. നീ പറ. നമ്മുടെ ചന്ദ്രമാമയുടെ മോള് വേണിയോ? അതിനിപ്പോ നിനക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവക്കും താല്പര്യമുണ്ട്. അവളുടെ പെരുമാറ്റ രീതി വെച്ചിട്ട് ഏട്ടൻ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും? അതൊക്കെ എനിക്ക് അറിയാൻ പറ്റും. ഓ, എന്തായാലും ഞാനൊന്ന് ചന്ദ്രനെ കാണട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്ത് വേണോന്ന്. മതി, ആലോചിച്ചിട്ട് മതി. മാളു, നീ ഇനി സാരി കൊടുക്കാൻ പഠിക്കണം കേട്ടോ. അപ്പൊ ഇനി ഞാനിപ്പോ മുണ്ടും സ്ഥിരാക്കേണ്ടി വരുമോ? ശരിയാണല്ലോ, ഏട്ടൻ മുണ്ടുകൊടുക്കാൻ അറിയില്ലല്ലോ അല്ലേ? പോടാ കുട്ടി തേവാങ്കി, ഞാൻ പഠിക്കും. ഓ ആയിക്കോട്ടെ. മാളു, നമുക്ക് കുറെ പ്ലാൻ ചെയ്യാനുണ്ട്. ഇപ്പോഴേ തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും ഇരുന്ന് അങ്ങ് പ്ലാൻ ചെയ്യും. ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം കേട്ടാ. ഏട്ടനെന്താ കിടന്നില്ലേ? ഇല്ലടാ, ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഇവിടെ വന്നിരുന്നതാ. അല്ല, നീ എന്താ ഇത്ര ലേറ്റ് ആയേ? എവിടെ പോയതാ? ഞാൻ അതൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിന്റെ കാര്യമായിട്ട്. എങ്കിൽ വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. കഴിക്കാം. ഏട്ടാ, നമുക്ക് ചെന്നൈയില് ഇന്ന് തന്നെ പോയാലോ? അല്ല,
എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ പോകേണ്ടതല്ലേ, അത് നമുക്ക് ഇന്ന് തന്നെ ആക്കിയാലോ? അതെന്താ പെട്ടെന്ന് അങ്ങനെ? അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ഏട്ടൻ്റെ കൂടെ ഒരു ലോങ് ഡ്രൈവ് പോവാൻ കുറെ ആയി. അല്ല, ഇതിപ്പോ എല്ലാരും ഉറങ്ങിക്കാണില്ലേ? അവരുടെ അടുത്ത് പറയാണ്ട് എങ്ങനെയാ പോവാ? അതിപ്പോ പറയണ്ട, നമുക്ക് ഫോൺ ചെയ്ത് പറയാം. എന്തായാലും മീറ്റിങ്ങിന്റെ കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, അപ്പോൾ 2 ദിവസം മുന്നേ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നല്ലത് കേക്കണ്ട നീ. സാരമില്ല ഏട്ടാ, ഇപ്പൊ ഇങ്ങനെ തോന്നിപ്പോയി, എന്താ ചെയ്യാ? നീ വെയിറ്റ് ചെയ്യ്, റെഡി ആവട്ടെ. ഓക്കെ, ഞാൻ പോയി പാക്ക് ചെയ്യാം. ഉം. എന്താ കാറി കയറിയതിന് ശേഷം നീ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ? നീ ശരിക്കും എൻ്റെ കൂടെ ഒരു ലോങ് ഡ്രൈവിനുള്ള കൊതി കൊണ്ടുവന്നതാണോ? പിന്നെന്താ, അതിലെന്താ സംശയം? എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ആവേശമൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. ഏട്ടൻ കുറെ നേരമായില്ലേ ഡ്രൈവ് ചെയ്യണോ? ഇനി ഞാൻ ചെയ്യാം. നിന്റെ ഈ മൈൻഡ് വെച്ച് ഡ്രൈവിംഗ് സീറ്റ് ഞാൻ മാറി തന്നാലേ ചിലപ്പോൾ വല്ല കൊക്കയിലും കൊണ്ട് തള്ളിയിടും നീ ഇപ്പൊ തൽക്കാലം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. എന്താ കാര്യം? നിന്റെ മനസ്സ് ഇവിടെ എങ്ങോ അല്ലാന്ന് എനിക്കറിയാം. ഏട്ടനത് തോന്നണതാ വെറുതെ. ഞാൻ പറഞ്ഞത് സത്യ. ഏട്ടൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള. മതി, നിർത്ത്. എന്തിനായിട്ട് നിർത്തി? കാറിൽ നിറങ്ങ്. ദേ നോക്കച്ചു, ഒരു കാരണവും ഇല്ലാണ്ട് ഇങ്ങനെ നട്ടപ്പാതിരയ്ക്ക് വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോവാന്ന് പറയുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നിന്റെ ഏട്ടനാ ചോദിക്കണേ, എന്താടാ, എന്താ പറ്റിയേ? ദാ ഈ ചിരി ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിരി, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് ഞാൻ ഊഹിക്കേണ്ടതായിരുന്നു. പക്ഷെ പറ്റിപ്പോയി. ഏട്ടാ, എന്താ? Can you give me a hug? എന്താടാ? അമ്മ, ഏട്ടന്മാരെന്തേ കാണുന്നില്ലല്ലോ റൂമിലൊന്നും? എടാ, അവര് ചെന്നൈ പോയതാ, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അതെന്താ ഇത്ര പെട്ടെന്ന്? ഇന്നലെ ഒന്നും പറയുന്ന കേട്ടില്ലല്ലോ. അവരിന്ന് രാവിലെ ഫോൺ ചെയ്തപ്പോഴാ പറഞ്ഞേ എന്തോ അത്യാവശ്യം ഉണ്ടായിന്ന്. നിന്റെ മനസ്സൊന്ന് തണുത്തില്ലേ? ഇനിയെങ്കിലും പറ. ഏട്ടാ, നമ്മൾ കുട്ടികളായിട്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എവിടെയാ? സ്കൂളിൽ, അല്ലാണ്ട് എവിടെയാ? അത് കഴിഞ്ഞിട്ട് മേരി മാത ഓർഫനേജ്. അതിന് നീയല്ലേ കാരണം? ഓരോ ഞായറാഴ്ചയും ഞങ്ങളെല്ലാവരെയും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് നീയല്ലേ? അതിന് അച്ഛൻ്റെ അടുത്ത് നീ എത്ര വാശി പിടിക്കായിരുന്നു? ശരിയാ, നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരുക്കി പോണം അവിടെ ആദ്യമായിട്ട്. അന്ന് അസംബ്ലിയിൽ നമ്മുടെ HM പറഞ്ഞത് ഏട്ടൻ ഓർക്കുന്നുണ്ടോ? നമ്മളെപ്പോലെയുള്ള കുട്ടികൾ ഇതുപോലെ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവരുടെ ഒരു സ്പർശനെങ്കിലും ആഗ്രഹിക്കാത്ത കുട്ടികൾ ആ കൂട്ടത്തിലില്ല എന്നുള്ളത്. അന്ന് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ വിചാരം ഞാൻ വലിയ സൂപ്പർമാനാന്നൊക്കെയാ. പക്ഷേ പിന്നെ അച്ഛനാ എനിക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കി തന്നെ. പിന്നെ അത് സ്ഥിരമായി ആ വിസിറ്റിംഗ്. അങ്ങനെ ഒരു ഞായറാഴ്ച നമ്മൾ പോണ സമയത്താ ഒരു പാവം കുട്ടി ഇങ്ങനെ ഷിമ്മീസൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ എന്താ പറയുക വാരി വലിച്ചിട്ട് ഇരിക്കണുണ്ട്. ഒരു കൗതുകത്തിന് ഞാനും അടുത്ത് പോയിരുന്നു. എന്തൊക്കെയോ ഞാൻ സംസാരിച്ചു. അവൾ തിരിച്ചൊന്നും അങ്ങനെ പറയുണ്ടായില്ല. എന്തോ സങ്കടമുള്ള പോലെയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു കൊണ്ടുവന്നു. അമ്മ അവളെ എടുത്ത് മടിയിലൊക്കെ ഇരുത്തി എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അവൾ ചെറുതായി ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴെനിക്ക് ഓർമ്മ വന്നേ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കോലുമിഠായി. ഞാൻ ആദ്യമൊന്നും അടിച്ചെങ്കിലും അത് ഞാൻ അവൾക്ക് കൊടുത്തു. അത് വാങ്ങിയപ്പോൾ അവളുടെ ഒരു ചിരി ഉണ്ടായിരുന്നു. ഓ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പോകുമ്പോൾ കോലുമിഠായി മറക്കാതെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞായറാഴ്ച ആവാൻ ഒരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറയണേ, നമുക്ക് അവളെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്ന്. അമ്മ അപ്പോൾ ഒന്നും പറഞ്ഞില്ല, അച്ഛനോട് പറയാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരല്ലേ നമ്മളെ അടുത്ത് വന്ന് പറഞ്ഞേ ഇങ്ങോട്ട് പുതിയൊരാളെ കൊണ്ടുവരാൻ പോവാന്നൊക്കെ. അപ്പോൾ ശരിക്കും ഞാനൊരു സൂപ്പർമാനായിട്ട് തോന്നി. വേറൊന്നിനുമല്ല, അവളെ കൂടെ ഇനി ദിവസവും കളിക്കാലോ, അത് മാത്രമായിരുന്നു ചിന്ത. അവക്ക് തിരിച്ചു അങ്ങനല്ലായിരുന്നോടാ?
അച്ചുവേട്ടനെ കഴിഞ്ഞിട്ട് അവിടെ വേറെ ആർക്കും സ്ഥാനമുള്ളൂ. അത് അന്നും അതെ, ഇന്നും അതെ, ഇനി എന്നും അങ്ങനെ. ഏട്ടാ, അതെങ്ങനെയാ ശരിയാവുക? അതിനെന്താടെ പ്രശ്നം? അവളന്ന് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവൾക്ക് വെറും 4-5 വയസ്സേ ആയിട്ടുള്ളൂ. ഇതാണ് ഇനി നിന്റെ അച്ഛൻ, ഇതാണ് നിന്റെ അമ്മ, ഇവരൊക്കെ നിന്റെ ഏട്ടന്മാരാ. അങ്ങനെ മാളൂട്ടി മാളവിക മേനോനായി. അവളേക്കാൾ 2-3 വയസ്സ് എനിക്ക് കൂടൂ അല്ലേ? അവളെന്നെ ഏട്ടാന്ന് വിളിക്കുമ്പോൾ എൻ്റെ പൊട്ടബുദ്ധിയിൽ ഞാൻ വിചാരിച്ചു വെച്ചത് അമ്മ അച്ഛനെ വിളിക്കുന്നത് ഏട്ടാന്നല്ലേ. അപ്പോൾ മൂത്തോരെ എല്ലാവരും ഏട്ടാന്നല്ലേ വിളിക്കുക, അതിലെന്താ തെറ്റുള്ളേ? ആടാ, അതിലിപ്പോൾ എന്താ തെറ്റുള്ളേ? അവള് നിന്നെ ഏട്ടാ തന്നെയല്ലേ വിളിക്കണ്ടേ? തെറ്റതിലല്ല ഏട്ടാ. നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരെല്ലാം എനിക്ക് ചാർത്തി തന്നൊരു പട്ടം ഉണ്ടല്ലോ, അവളുടെ ഏട്ടൻ, അവളുടെ ആങ്ങള. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ടീനേജ് കഴിഞ്ഞപ്പോഴാണ്. അത് ചിന്തിക്കാനുള്ള അവസരം അന്ന് ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. നീ എന്താ പറഞ്ഞു വരുന്നേ? ഏട്ടനൊരു കാര്യം അറിയൂ, കുട്ടിക്കാലത്ത് ഒരിക്കൽ ഞാൻ അവൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്, ഞാൻ ഒരിക്കലും അവളെ വിട്ടുപോകില്ല എന്ന്. പക്ഷേ അതെന്തർത്ഥത്തിലായിരുന്നു എന്ന് അന്ന് എനിക്കറിയില്ല. ഇന്ന് നോക്കുമ്പോൾ അവൾക്ക് വേറെ കല്യാണം ആലോചിക്കാൻ പോവാ. സത്യം പറഞ്ഞാൽ അവളെന്നെ വിട്ടുപോകാൻ പോവാ, അല്ലെങ്കിൽ ഞാനായിട്ട് അവളെ പറഞ്ഞയക്കാൻ പോവാ ഏട്ടാ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കറിയില്ല. അവള് കല്യാണം കഴിച്ച് പോകുന്നത് മാത്രമാണോ നിന്റെ പ്രശ്നം? അല്ല, പിന്നെ ഞാൻ എന്നാ നാട്ടിലേക്ക് വന്നതെന്ന് ഏട്ടനറിയില്ലേ? നിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടല്ലേ? അതായത് എൻ്റെ 21-ാം വയസ്സിൽ. പക്ഷെ അന്ന് നീ പറഞ്ഞത് മുത്തശ്ശി നാട്ടിൽ ഒറ്റയ്ക്ക് ആവേണ്ട കൂടെ പോയി നിൽക്കുകയെന്നല്ലേ? മാത്രമല്ല, നിനക്കന്ന് നിന്റെ പാഷൻ ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാടാ നല്ലതെന്നും പറഞ്ഞു. മുത്തശ്ശൻ ഒറ്റയ്ക്കായതും എൻ്റെ പാഷനും മാത്രമായിരുന്നില്ല അന്ന് പ്രശ്നം. പിന്നെ ഏട്ടാ, ഒരു ആൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ഫീലിങ്സ് തിരിച്ചറിഞ്ഞ നിമിഷം ഉണ്ടായിരുന്നു, അതായിരുന്നു പ്രശ്നം. എനിക്ക് മനസ്സിലായില്ല. മാളവിക മേനോൻ എന്ന എൻ്റെ അനിയത്തി, അത് ഞാൻ പറഞ്ഞതല്ലല്ലോ അല്ലേ? അവളോട് എനിക്ക് ഉള്ള ഫീലിങ്സ് അത് ഞാൻ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ വിട്ടു നിൽക്കുന്നതാണ് നല്ലതെന്ന്. എടാ, ആ ഒരൊറ്റ കാരണം കൊണ്ട് നീ 5-8 വർഷം ഒറ്റയ്ക്ക്, അതും ഞങ്ങളെയൊക്കെ പിരിഞ്ഞ്, എന്താടാ? ഏട്ടനെന്താ ഈ പറയണേ? ഇതൊക്കെ എൻ്റെ മനസ്സിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. ഇതൊരിക്കലും മാളൂനോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അവരൊക്കെ എല്ലാവരും പറയുന്ന പോലെ എൻ്റെ അനിയത്തിയാക്കിയതല്ലേ. അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മാളൂട്ടി, പറ. നിങ്ങളന്ന് എന്നെ അച്ചുവേട്ടൻ്റെ അനിയത്തിയായിട്ട് കൂടെ കൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ അച്ചുവേട്ടൻ എൻ്റെ ഏട്ടനായിട്ട് കാണേണ്ടി വരില്ലായിരുന്നല്ലേ? അച്ഛാ, അപ്പോ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു കേട്ടാ. അത് നന്നായി. ഈ വരുന്ന ഞായറാഴ്ച എൻഗേജ്മെന്റ്. ആ കൂട്ടത്തില് അന്ന് മാളൂട്ടീനെ കണ്ടുപോയ കൂട്ടരില്ലേ, അവർക്ക് എന്തായാലും സമ്മതാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ അങ്ങ് നടത്താന്ന് വിചാരിക്കണു. അതേതായാലും നല്ല കാര്യം. എന്തായാലും ഒരു ചെലവിൽ ഒതുങ്ങുമല്ലോ. അച്ചു, എന്താ അച്ഛാ? അപ്പൊ നീയും കേട്ടല്ലോ, നമ്മളെല്ലാരും മനസ്സ് വെച്ചാൽ മാത്രമേ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുള്ളൂ. ചുരുക്കം പറഞ്ഞാ ഓടി നടക്കാൻ നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അച്ഛൻ എന്തേ പറയണേ? അതൊക്കെ എൻ്റെ അടുത്ത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം.
അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ചേട്ടത്തി. അപ്പൊ ഇനി അടുത്തത് മാളുവിന്റെ ആണോ അതോ അച്ചുവിന്റെ ആണോ? മാളുവിന്റെ അച്ചുവിന്റെ ഒരുമിച്ചാ? ആഹാ, അത് കൊള്ളാലോ. അപ്പം മാളുവിന്റെ ചെക്കൻ എവിടെന്നാ? ചെക്കൻ പുറത്തൊന്നല്ല, ഇവിടെ തന്നെയാ. ഇവിടുന്ന് പറയുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണോ എന്നൊക്കെ ചോദിച്ചാ അത് നമ്മുടെ വീട്ടിലുള്ള ഒരാളാ. അതാരാ? മാളുവിന്റെ വരൻ വേറെ ആരുമല്ല, അച്ചു തന്നെ. അച്ചു എന്താ ചെയ്യാ? അവർക്ക് രണ്ടുപേർക്കും അതാണ് ഇഷ്ടം എന്ന് വെച്ചാ നമ്മളായിട്ട് ഇങ്ങനെ എതിർക്കുക? എന്നാലും അതൊക്കെ ശരിയാവൂ. എന്താ ശരിയാവായിക? ഇതിപ്പോ നിങ്ങൾ ആരും ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. ഇനിയിപ്പോ അവരാലോചിക്കട്ടെ അവരുടെ ലൈഫ് എങ്ങനെയാ വേണ്ടേന്ന്. ഇത്രയും കാലം ഒറ്റയ്ക്ക് അനുഭവിച്ചില്ലേ, ഇനി ഇത് മതി. അവളുടെ മനസ്സറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തിനാ താമസിപ്പിക്കണേ? വിളിച്ചുകൊണ്ട് പോടാ. ചെല്ലടാ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോ.